കൽക്കി 2898 AD ഇന്ത്യൻ സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സിനിമ എന്നുള്ള ലേബിൾ തന്നെയാണ് കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമയ്ക്ക് വരുന്നത്. ഏകദേശം 10 വർഷത്തോളം എഴുതിനാണ് നാഗശ്വിൻ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏകദേശം 600 കോടി പ്ലസ് ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നത്. സോ ഇന്നലെ മഹാരാജ സിനിമ കാണാൻ പോയപ്പോൾ അതിൽ ഇതിന്റെ ഒരു ട്രെയിലർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഏകദേശം എനിക്ക് ഓടിയിട്ടുണ്ടായിരുന്നു ഇത് വേറെ ലെവലാണ്, നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ എന്തായാലും വരുന്ന റെസ്പോൺസുകളെല്ലാം മാസീവ് ആൻഡ് മാസീവ് റെസ്പോൺസുകളാണ് ഈ ഒരു സിനിമയെ പറ്റി വരുന്നത്. എന്തായാലും ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ജേണറിലൊക്കെ വരുന്ന ഒരു മൂവിയാണ് നമ്മുടെ കൽക്കി 2898 AD എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഒരുപാട് എലമെന്റുകളുണ്ട്. അശ്വത്ഥാമാവൊക്കെ ആയിട്ട് നമ്മുടെ സ്വന്തം അമിതാഭ് ബച്ചനൊക്കെ ഉണ്ട്. സോ എന്തായാലും കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇതിന്റെ ഒരുപാട് ഡീകോഡിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് ഇതിനകത്ത് പഴയ, അതായത് ഒരു പ്രീവിയസ് കാലത്ത് അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവിയാണ്, അതായത് നമ്മുടെ മരണമില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ. സോ അതെങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളത് മഹാഭാരതം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മഹാഭാരതം ഏഷ്യാനെറ്റിൽ വന്ന ആ ഒരു സെഗ്മെന്റിൽ തന്നെ, അതിപ്പോൾ ഹോട്ട്സ്റ്റാറിലുണ്ട്. ഹോട്ട്സ്റ്റാറിൽ ഏറ്റവും ലാസ്റ്റ് സീസൺ മാത്രം എടുത്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് സീസണിലെ ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ അശ്വത്ഥാമാവിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ശാപം കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളും, എന്തുകൊണ്ടാണ്, അതായത് ആ ഒരു ശാപം നിങ്ങൾ കാണണം. അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ ഇതായി ആ ഒരു ശാപമോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അശ്വത്ഥാമാവ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്കറിയാലോ, മഹാഭാരതം എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഒരു സാധനമാണ്. അതെന്ന് വെച്ചാൽ അതിലെ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു രീതിയിൽ വരുമ്പം ഇത്, അതായത് ഇതിന്റെ ഒരു സ്പോയിലർ എന്നുള്ള രീതിയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തായാലും സിനിമയെ പറ്റി കിട്ടിയ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളും തരാം. സിനിമ എബവ് ആവറേജ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നതെന്നാണ് കണ്ട എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇത് കണ്ട് അതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതായത് ആ ഒരു കൊടുത്ത പൈസക്കുള്ള ഒരു സാധനം ആ ഒരു സിനിമയിൽ നിന്ന് കിട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് റെസ്പോൺസുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നാഗശ്വിനാണ്. നമ്മുടെ മഹാനദി, കീർത്തി സുരേഷ് നായികയുള്ള മഹാനദിന്റെ ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഡയലോഗ് ചെയ്തിരിക്കുന്നത് നാഗശ്വിനാണ്. അതുപോലെ തന്നെ ഡയലോഗ് ചെയ്തിരിക്കുന്നത് നാഗശ്വിനും അതുപോലെ തന്നെ സായി മാധവ് ബൂറയും കൂടിയാണ്. അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ നാഗശ്വിനാണ്, സ്റ്റോറി നാഗശ്വിനാണ്. സോ അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ച ആ ഒരു അശ്വിനി ദത്ത്, അവരുടെ ആ ഒരു ധൈര്യത്തെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അവർ മാത്രമല്ല, ഇതിനകത്ത് ഡയറക്ടറായിട്ട് വൈജയന്തി മൂവീസും കൂടിയാണ്. അണ്ടർ വൈജയന്തി മൂവീസിലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും 600+ കോടിയൊക്കെ മുടക്കി ഇങ്ങനൊരു സിനിമ, അതും ഈ ഒരു സമയത്ത് ഇറക്കുമ്പോൾ എന്ന് വെച്ചാൽ കിട്ടില്ല എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റെസ്പോൺസുകൾ വരികയാണെങ്കിൽ സിനിമ കൊളാപ്സ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഒരു പ്രൊഡ്യൂസറെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് അവരെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു സിനിമയുടെ കൊളാപ്സ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. അപ്പം ആ ഒരു ധൈര്യം, ആ ഒരു കറേജിന് എനിക്ക് ഫസ്റ്റ് റെസ്പോൺസുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു കിടക്കാച്ചി ഒരു സംഭവം തന്നെയാണ്. പക്ഷേ എനിക്ക് കേരളത്തിലൊരു വലിയ ഇമ്പാക്റ്റിൽ ഒരു ഫസ്റ്റ് ഇത് കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമ്മുടെ ഇവിടുത്തെ ഒക്കെ ബുക്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിലും ആ ഒരു ഇത് തോന്നുന്നില്ല. പക്ഷേ ഐ തിങ്ക് ഈ റെസ്പോൺസുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിന്റെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. കൽക്കി ആണ് ഇതിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു കൽക്കിയുടെ ജനനവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഹൈലൈറ്റ് ആയി പെടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. എന്തായാലും പ്രഭാസിന്റെ ക്യാരക്ടറും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. നമുക്കിപ്പോൾ വിക്കിപീഡിയയിൽ ഇതിന്റെ ക്യാരക്ടർ ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നത് തന്നെയായിരിക്കും സിനിമയ്ക്ക് നല്ലത്. ബിക്കോസ് ഈ വൈഡ് റേഞ്ച് അല്ലെങ്കിൽ വലിയൊരു കഥ ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഒബ്വിയസ്ലി ഇതിനകത്ത് സ്പോയിലറിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു വിഷ്വൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാണ്ട് പോകും. ഈ മനസ്സിലാവാണ്ട് പോയി കഴിഞ്ഞാൽ സിനിമ എൻജോയ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കുറച്ച് ഇത് വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് വിക്കിപീഡിയക്ക് സെർച്ച് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഈ ഒരു സിനിമയിലുണ്ട്. സസ്പെൻസ് ഒക്കെ ഇന്നലെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. പേടിഎമ്മിലൊക്കെ ആ ഒരു മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദുൽഖർ സൽമാനെയൊക്കെ ഇതിനകത്ത് കാസ്റ്റ് ലിസ്റ്റിൽ കാണാൻ സാധിക്കും. പ്രഭാസ് 2 റോളിലാണ് ഉള്ളതെന്നുള്ള വിക്കിപീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. ഭൈരവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും പിന്നെ അടുത്ത ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ അശ്വത്ഥാമാവായിട്ടാണ് അമിതാഭ് ബച്ചൻ വരുന്നത്, കമൽഹാസൻ വരുന്നുണ്ട്, സുപ്രീം യസ്കിനായിട്ട് വരുന്നുണ്ട്,
ദീപിക പതുക്കോൺ ഉണ്ട്, പിന്നെ അങ്ങനെയുണ്ട് നമ്മളെ ശോഭന ചേച്ചി ഉണ്ട്, എന്തായാലും ഒരു മറിയം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. സോ ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. വിജയ് ദേവരകൊണ്ട ക്യാമിയോ വരുന്നു, ദുൽഖർ സൽമാൻ വരുന്നു, SS രാജമൗലി വരുന്നു, രാം ഗോപാൽ വർമ്മ വരുന്നു. സോ ഒരുപാട് ക്യാമിയോ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക എന്നുള്ളത് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ബിക്കോസ് ഇങ്ങനൊരു വൈഡ് റേഞ്ചിലുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരണം, നമുക്കത് എൻജോയ് ചെയ്യാൻ വരണം. ഇപ്പം ഞാൻ ഈ അടുത്ത് ബഡേ മിട്ട ചോട്ട ആ ഒരു സംഭവമില്ലേ, ആ ഒരു പടത്തിന്റെ ഭയങ്കര ഒരു കൊളാപ്സും കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കര രീതിയിൽ അഫക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഒരു സിനിമ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരു സംവിധായകൻ തന്നെയാണ് അതിന്റെ. ഇപ്പം എത്ര വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ സ്ക്രീൻ പ്ലേ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ സിനിമ വിജയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ബാക്കിയെല്ലാം അതിനകത്ത് ഒരു സപ്പോർട്ടിങ് മാത്രമാണ്. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകന് ആ ഒരു സിനിമ എന്റർടൈൻമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഇൻ ദ സെൻസ് ഓഫ് ആ പ്രേക്ഷകൻ അതിലൂടെ കടന്നു പോകണം. അവിടെയാണ് ആ സിനിമ വിജയിക്കുക. ബാക്കിയെല്ലാം അതിന്റെ ഒരു സൈഡ് എന്നുള്ള രീതിയിലാണ്. ഒബ്വിയസ്ലി ആക്ടറിന് പങ്കില്ല എന്നല്ല, ആക്ടറൊക്കെയാണ് സിനിമ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ എന്നാലും ആ ഒരു സിനിമ ഡെലിവറി ചെയ്യപ്പെടുന്ന, പ്രേക്ഷകരിലേക്ക് ഡെലിവറി ചെയ്യപ്പെടുന്ന ആ രീതി തന്നെയാണ് പ്രേക്ഷകനെ സിനിമയിൽ പിടിച്ചിരുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കിട്ടുന്ന ആ ഒരു ഫസ്റ്റ് റെസ്പോൺസുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമ അടിപൊളിയാണെന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. നമുക്ക് നോക്കാം ഈ സിനിമ ഇതിന് ഒറിജിനൽ ലാംഗ്വേജ് അല്ലാണ്ട് മലയാളത്തിൽ കാണുമ്പോൾ എങ്ങനെയാണ് ഡെലിവറി ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് ഒറിജിനൽ ലാംഗ്വേജിൽ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ചില സിനിമകൾക്കും അങ്ങനെ കിട്ടാറില്ല. പക്ഷെ ബാഹുബലി അതിൽ നിന്നൊരു ഡിഫറൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാഹുബലി മലയാളത്തിൽ കണ്ടപ്പോഴും അത്ര ഒരു ബോർ എന്നുള്ള രീതിയിൽ തോന്നിയില്ല. അതിന്റെ ഡയലോഗ് ഡെലിവറി ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു. സോ ഇതിന്റെ ഡബിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും. പക്ഷേ സിനിമയുടെ ആ ഒരു പ്രൊമോഷൻ കേരളത്തിൽ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയോ എന്നുള്ള രീതി ഒരു സംശയം എനിക്കുണ്ട്. ബിക്കോസ് അത്രത്തോളം അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട ഒരു രീതിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിയുമ്പോഴത്തേനും നല്ലൊരു ഹെവി റെസ്പോൺസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ കൽക്കി തൂക്കുന്നുള്ള ഒരു സംഭവം തന്നെയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമിയോ അപ്പിയറൻസ് ദുൽഖർ സൽമാനൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒബ്വിയസ്ലി അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിഷ്വൽ ഇമ്പാക്റ്റും അതുപോലെ തന്നെ ഈ കഥകൾ ഞാൻ ഇത് ബാക്കി സിനിമകളിലൊക്കെ നമ്മൾ സ്പോയിലറൊക്കെ കണ്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസിനെ ബാധിക്കുമെങ്കിലും ഇതിൽ സ്പോയിലർ എന്ന് പറയുന്നത് ഇതിനകത്ത് കുറേ കഥകൾ ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്നതും അതുപോലെ തന്നെ പഴയ ഈ അശ്വത്ഥാമ ആരാണെന്നുള്ള ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ കുറേ പേർക്കെങ്കിലും ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു സിനിമയുടെ എന്തെങ്കിലും, അതായത് വലിയൊരു സ്പോയിലർ എന്നുള്ള രീതിയിലല്ല, എന്നാലും കുറച്ചൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് കയറ്റിയിട്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ പോവാന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കല്ലുകടിയായി തോന്നി എന്താണെന്നുള്ളൊരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും കൽക്കി ഒരു വലിയൊരു ബ്രഹ്മാണ്ഡ വിജയമാവട്ടെ. ഇതുപോലുള്ള മഹാ സിനിമകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒബ്വിയസ്ലി ഒരു സിനിമ വലുതോ ചെറുതോ എന്നുള്ളതല്ല, അത് ഡെലിവറി ചെയ്യപ്പെടുന്നതിലാണ് ഹൈലൈറ്റ് ആവുന്നത്. ഇപ്പം എത്ര മുതൽ മുടക്ക് കുറഞ്ഞാലും സിനിമ പ്രേക്ഷകൻ എൻജോയബിൾ ആണെങ്കിൽ സിനിമ വിജയിക്കും തന്നെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഇതിൽ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ നമ്മൾ വേറൊരു ശകലങ്ങളിലേക്കും ചിന്താ ലോകങ്ങളിലേക്കും പോവുകയാണ്. ആ ചിന്താശകലമായിട്ട് നമ്മൾ കണക്ട് ആയി കഴിഞ്ഞാൽ സിനിമ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം എന്തായിരിക്കും റെസ്പോൺസുകൾ. ഇപ്പം സിനിമ കണ്ട കുറേ പേരുണ്ടാവും, അവരുടെ റെസ്പോൺസുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം ഒരുപാട് പേർക്ക് സിനിമ കാണാൻ പോകുന്ന ഒരുപാട് പേർക്ക് അതൊരു ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭവമൊക്കെ ആയിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകളും മൂവി റിലേറ്റഡ് കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.